89.6 FM സർഗക്ഷേത്ര. ഹലോ, നമസ്കാരം. വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ കുറച്ചധികം എനർജറ്റിക് ആയിട്ടുള്ള, കുറച്ചധികം കണ്ണിന് കുളിർമയേകുന്ന ഒരു വിഷയത്തെ പറ്റി തന്നെയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റേഡിയോ കേൾക്കുന്നവർ വിചാരിക്കും, അല്ല ഇതെങ്ങനെ കാണാൻ പറ്റും? അതൊക്കെ വഴിയുണ്ട്. കാരണം അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അധികം സസ്പെൻസ് ഇടുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് പലരുടെയും ഡാൻസ് കളിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും. എനിക്ക് ബേസിക്കലി പറയാനുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രൈമറി സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഡാൻസിനെ ഞാൻ വിലയിരുത്തുന്നത് ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഒരു വിഷമം വരുന്ന സാഹചര്യം ആണെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടയേർഡ് ആണെങ്കിലും, ഞാനൊരു പാട്ട് വെച്ച് അങ്ങോട്ട് ഡാൻസ് അങ്ങോട്ട് കളിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു കലയോട് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവും. എന്തായാലും ഈ ഡാൻസിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ റേഡിയോയുടെ വോളിയം ഒന്ന് കൂട്ടി വെച്ചോളൂ. കാരണം ഇന്ന് നമ്മൾ ഡാൻസിനെ പറ്റി കേൾക്കാൻ പോവാണ്. ഇത്രയും നമുക്ക് വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റി എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസിക്കൽ വേയിൽ ഇന്ന് ഉയരയിലൂടെ അറിയും, കേൾക്കും, മനസ്സിലാക്കും. സോ ഇനി ഞാൻ അധികം സസ്പെൻസ് ഇടുന്നത് തീരെ ശരിയില്ലാത്തത് കൊണ്ട് തന്നെ എന്റെ കൂടെ എത്തിയിട്ടുള്ള നമ്മുടെ സർഗക്ഷേത്ര 89.6 FM നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ മഞ്ജു മിസ്സിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. മിസ്സേ, സ്വാഗതം. നമസ്കാരം. വളരെയധികം സന്തോഷം എന്നെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചതിന്. ഓക്കെ, അപ്പോ ഞാൻ മഞ്ജു മിസ്സിനെ കാര്യമായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഏകദേശം 24 വർഷത്തോളമായിട്ട് നൃത്തം അഭ്യസിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, നൃത്താധ്യാപികയാണ് മഞ്ജു രാജേഷ്. കുറെ പേരും, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ കുട്ടികൾ, ഇത് നമ്മുടെ മഞ്ജു മിസ് അല്ലേ എന്ന് കുറെ പേര് ഇപ്പോ സർപ്രൈസ്ഡ് ആയിട്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും മഞ്ജു മിസ്സിന്റെ നൃത്ത വിശേഷങ്ങൾ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന്റെ വിശേഷങ്ങൾ, കാര്യമായിട്ട് നൃത്തത്തെ നമ്മളൊന്ന് അറിയാൻ പോവാണ് അല്ലേ? ഓക്കെ, അപ്പൊ കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. മിസ് കുറച്ചധികം പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് തോന്നുന്നു. എന്റെ ഈ ഒരു ചോദ്യങ്ങളുടെ പ്രഷർ കാരണമാണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും പോകുന്ന വഴിയിൽ നമ്മൾ കൂൾ ബഡീസ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ നമ്മൾ കാര്യമായിട്ട് ഈ ഒരു വിഷയത്തിനെ സെലക്ട് ചെയ്യാൻ ഒരു ചെറിയ, അല്ല വലിയ റീസൺ തന്നെയുണ്ട്. കാരണം നമുക്കറിയാലോ, കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഒഫീഷ്യലി നമ്മുടെ വേനൽക്കാല അവധിയിലേക്ക്, അല്ലെങ്കിൽ സമ്മർ വെക്കേഷനിലേക്ക് കടക്കാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നൃത്തം ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, നൃത്തം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പെട്ടെന്ന് എനിക്ക് നമ്മുടെ സിനിമാ ഡയലോഗ് ഓർമ്മ വന്നു. പാട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായി ഞാൻ ചെന്നത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു എന്ന് പറയില്ലേ, അതുപോലെ പാവം ഞാൻ. ഓക്കെ, എന്തായാലും മഞ്ജു മിസ്സിനെ ഞാൻ അധികം പേടിപ്പിക്കുന്നില്ല. നമ്മള് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടീസും അതുപോലെ തന്നെ പ്രായമായവരും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ആൻഡ് മിസ്സേ, എനിക്ക് ആദ്യം തന്നെ ഒരു വലിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പൊതുവേ നമുക്കറിയാലോ, നമ്മുടെ കേരളത്തില് പഠിപ്പിക്കുന്ന ഈ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുട്ടി പഠിക്കാൻ സാധ്യതയുള്ളത് ഭരതനാട്യം, അതുപോലെ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഈ മൂന്നും ആയിരിക്കും അല്ലെ? സോ ബേസിക്കലി എന്താണ് ഈ 3 നൃത്തരൂപങ്ങളുടെയും ഒരു ഒറിജിനേഷൻ? എങ്ങനെയായിരുന്നു ഇത് ഉത്ഭവിച്ചത്? ശരിക്കും ഭരതനാട്യം പഠിക്കാനായിരിക്കും കൂടുതലും ഇഷ്ടം ഉണ്ടാവുക. ഓക്കെ, മോഹിനിയാട്ടം വളരെ സ്ലോ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുപോലെ തന്നെ കുച്ചിപ്പുടിയോടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഭരതനാട്യത്തിന്റെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും തമിഴ്നാടാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു തനതകല എന്ന് പറയുന്നത് മോഹിനിയാട്ടം തന്നെയാണ്. പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു കലാരൂപമാണ് കുച്ചിപ്പുടി. ഇത്ര നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എപ്പോഴും കാണുന്നത് ഭരതനാട്യം ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൂടുതലും കൊച്ചു കുട്ടികൾക്കൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് ലിപ്സ്റ്റിക് ഇടണം, അവർക്കൊന്ന് നന്നായിട്ട് ഒരുങ്ങണം, അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. മുടി വെച്ച് പിന്നണം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പ്രോഗ്രാംസിനൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മുടിയൊക്കെ വെച്ച് പിന്നെ കഴിയുമ്പോൾ അവരതൊക്കെ ഒന്ന് മുടിയൊക്കെ ഒന്ന് ആട്ടുക. ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാനും. അതൊക്കെ കൊണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭരതനാട്യം ആ ഒരു കോസ്റ്റ്യൂംസിനോടാണ് കൂടുതലും പ്രിയം. എനിക്ക് തോന്നുന്നു മിസ് ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്സിന്റെ മനസ്സിൽ മിസ്സിന്റെ സ്റ്റുഡൻസ്, പ്രത്യേകിച്ചും നമ്മുടെ ചെറിയ കുട്ടീസ് എല്ലാവരും ഇതുപോലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റാക്കി നല്ല ആഭരണങ്ങൾ, ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന ഒരു മുഖമായിരിക്കും കാണുന്നത് അല്ലെ? അപ്പോ മിസ്സിന്റെ സ്റ്റുഡൻസിനും മിസ്സിനും വേണ്ടി നമ്മൾ ഒരു കലക്കൻ പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്.
എങ്ങനെയുണ്ട്? Okay. അടിപൊളിയായിരിക്കും അല്ലെ? അതെ. സോ റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്, പാട്ടുകൾക്ക് ശേഷം നൃത്തവും വരുന്നുണ്ട്. സോ കേട്ടോണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ഉയരയിലൂടെ കുറച്ചധികം ക്ലാസിക്കൽ ഡാൻസ് വിശേഷങ്ങൾ തന്നെയാണ് അറിയുന്നത്. നമ്മോടൊപ്പം കൂടെയുള്ളത് മഞ്ജു രാജീവാണ്. 89.6 FM സർഗക്ഷേത്ര. പാട്ടുകൾക്ക് ശേഷം നമ്മളങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഉയരയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ആൻഡ് എന്നോടൊപ്പം അല്ലെങ്കിൽ നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് നൃത്താധ്യാപികയായിട്ടുള്ള മഞ്ജു രാജേഷ്. മഞ്ജു ടീച്ചറെ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഈ വിളിയായിരിക്കും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ളത് ഈ ഒരു വിളിയായിരിക്കും. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ നൃത്തത്തെ, പ്രത്യേകിച്ചും നമ്മുടെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെ പറ്റി നമ്മൾ കാര്യമായിട്ട് അറിയാണ്. നമുക്കറിയാലോ, നമ്മുടെ കുട്ടികളൊക്കെ ഈ എക്സാം ടൈം ഒക്കെ കഴിഞ്ഞ് ചിൽ മൂഡിലേക്ക് എത്തുന്ന ഈ ഒരു മൊമെന്റ് ആയിരിക്കും. സോ അവർക്ക് വേണ്ടി കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മളിതാ ഈ ഒരു മൊമെന്റിലേക്ക് അറിയിക്കാണ്, ആഹ്വാനം ചെയ്യാൻ പോവാണ്. സോ മിസ്സേ, ഇനി ഞാനൊരു ഡാൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ട് മിസ്സിന്റെ മുൻപിലേക്ക് വരാൻ പോവാണ്. എന്റെ മുൻപിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട്, ഒരുപാട് ഡൗട്ട്സ് ആയിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, ശരിക്കും ആക്ച്വലി ഒരു ഇൻഡിവിജ്വൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് പഠിക്കണമെങ്കിൽ ഏതൊരു പ്രായം മുതൽ അഭ്യസിക്കുന്നതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്? നമുക്കൊരു 4.5 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 4.5 വയസ്സിൽ തുടങ്ങിയാല് നമ്മൾ അത്ര പെർഫെക്ഷൻ ഉണ്ടാവും അങ്ങനല്ല. കുഞ്ഞുങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പം അവർക്ക് ഇപ്പോ തട്ടിടവ്, നാട്ടിടവ്, അല്ലെ മുദ്രകള്, ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്രയും നമ്മൾ ഇത്ര എണ്ണം ഒരു കാലിൽ ചവിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അങ്ങോട്ട് മനസ്സിലാവാനൊക്കെ പ്രയാസം വരും. എങ്കിലും അവർ കണ്ടും കേട്ടും കുറെ അവരാദ്യം അനുകരിക്കുന്ന അവരുടെ ടീച്ചറിനെ തന്നെയാണ്. വീട്ടിൽ ചെല്ലുക, ഒരു കൊട്ടുപടിയൊക്കെ എടുക്കുക, അത് വെച്ചിട്ട് തട്ടി പഠിപ്പിക്കുക. അങ്ങനെ അവർ ആ ഒരു പഠിപ്പിക്കുന്നതിൽ കൂടി അവര് കുറച്ച് പഠിക്കും. ഇപ്പൊ നമ്മള് കൈയൊക്കെ നന്നായിട്ട് ബലത്തിൽ പിടിക്കണം, അല്ലെങ്കിൽ കാലൊക്കെ ഉയർത്തി ചവിട്ടണം, അരമണ്ഡലം നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങളാണ്, കാലുവേദന വരും. അപ്പൊ അവരെ അവരുടെ വഴിക്ക് ആദ്യം ഒന്ന് വിടുക. അവര് ആദ്യം നമ്മളുമായിട്ടൊന്ന് ഇഷ്ടപ്പെട്ട് വരിക. ഒരു ടീച്ചറിനെ കഴിഞ്ഞും ഉപരി ഞാൻ അവരോട് എപ്പോഴും ഒരു അമ്മ അതുപോലെ തന്നെയാണ് നിൽക്കാറ്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു മൈൻഡ് അനുസരിച്ചിട്ട് പോവുക, അവരെ നമ്മൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ കുറച്ച് ഒരു 1-2 വർഷം കൊണ്ട് അവരത് ഒന്ന് പഠിച്ചെടുക്കും. പിന്നീട് അവരത് മറ്റു ചേച്ചിമാരൊക്കെ കളിക്കുന്ന പോലെ, അല്ലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവരത് മനസ്സിലാക്കി പഠിച്ചെടുക്കും. അപ്പോൾ ആക്ച്വലി മിസ് പറഞ്ഞ പോലെ ഒരു 4.5 വയസ്സ് മുതൽ നമ്മുടെ നൃത്തത്തിന്റെ ഒരു ആപ്റ്റ് ടൈമാണ് അല്ലെ? ആ ഒരു മെയ്വഴക്കവും അതുപോലെ തന്നെ ഈ ഒരു നൃത്തത്തെ നമ്മൾ മൊത്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുക എന്നൊക്കെ പറയാൻ പറ്റുമോ? ഓക്കെ അല്ലേ? ഓക്കെ, മൊത്തത്തിൽ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അറിയാലോ, 4.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് വലിയവരെക്കാൾ ഉപരി ഒരുപാട് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം അതിനോടുണ്ടായിരിക്കും. മൾട്ടി ടാസ്കിങ് രംഗത്തേക്ക് വരുന്നേ ഉണ്ടാവുള്ളൂ അവര്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആവാനും സാധ്യതയുള്ളതുകൊണ്ടും ആ ഒരു ഏജ് മറക്കണ്ട, 4.5 വയസ്സ് അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ശരിക്കും ഈ ഡാൻസ് പഠിക്കുന്നതിന് എന്തെങ്കിലും സിലബസ് ഉണ്ടോ മിസ്സേ? സിലബസ് മീൻസ് നമ്മളിപ്പോ ഒരു ഡാൻസ് സ്കൂളിൽ ഞാനൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഒരു കോഴ്സിലല്ല, ഒരു അക്കാഡമിക് ലെവലിലല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരു സാധാരണ ഒരു സ്കൂൾ, ഒരു ഡാൻസ് സ്കൂള് എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ അവിടെ വരുന്ന കുഞ്ഞുങ്ങളെ ആദ്യമേ എക്സസൈസ് മുതൽ ബേസിക് തട്ടടവ്, നാട്ടിടവ്, അതിൻ്റെ മുദ്രകൾ, അതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ഓരോ അടവുകൾ പെർഫെക്റ്റ് ആയി പോകുന്ന കുട്ടികളെ, ഇപ്പം പല കുട്ടികൾക്കും പല കഴിവാണ്. ഇപ്പൊ ഒരു കുഞ്ഞ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കും, ആ കൂടെ വന്ന് കുട്ടിക്ക് ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല, അവൾക്ക് മനസ്സിലാക്കി ഇത്തിരി കൂടെ സ്ലോ ആയിരിക്കും. പക്ഷെ എങ്കിലും ആ മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരു സ്റ്റെപ്പെങ്കിലും അവരെ കൂടുതൽ പഠിപ്പിച്ച് വിടുമ്പോൾ അവർക്ക് അടുത്ത ക്ലാസ്സിൽ വരാനും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു വർഷത്തോളം നമ്മൾ തട്ടടവ് തന്നെ ഒക്കെ ചെയ്യിപ്പിക്കുമ്പം ചിലപ്പോൾ അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അടുത്തത് എന്താണോ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഡാൻസുകൾ പഠിപ്പിക്കുക. പിന്നെ പ്രായഭേദം വെച്ച് നോക്കുമ്പോൾ 4.5 വയസ്സിൽ വരുന്ന ആളായിരിക്കില്ല ഒരു 14 വയസ്സിൽ വരുന്ന ഒരു കുട്ടിക്ക് കുറച്ചുകൂടെ പഠിച്ചെടുക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും.
അപ്പം അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പഠിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് കുട്ടികളുടെ പ്രായം ഒരു കൂടുതലാവുമ്പോൾ 14 വയസ്സ് മുതൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ആവുമ്പം കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറ്റും നമ്മൾ പറയുന്നത്, അല്ലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം കുറച്ചും കൂടെ. ഞാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ഒരു ബേസിക് മാത്രമായിട്ട് ചിലപ്പോൾ നോക്കാറില്ല, ചിലപ്പോൾ കുഞ്ഞ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കുഞ്ഞ് തുമ്പിയുടെ ഡാൻസ് അല്ലെ തത്തമ്മയുടെ ഡാൻസ് അങ്ങനെയൊക്കെ പറയുമ്പം മരത്തിന്റെ മേളിലിരിക്കുന്ന കുഞ്ഞ് തത്തമ്മയെ കണ്ട് അങ്ങനെയൊക്കെ പാട്ടിന്റെ വരികളൊക്കെ വരുമ്പോ അവർക്കതങ്ങ് ചാടി എടുക്കാൻ ഇഷ്ടമാണ്. അത് അവർക്ക് ഒരിക്കലും അവരത് മറക്കത്തും ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ക്ലാസ് ബോറടിക്കാണ്ട് അങ്ങ് പോകും. എന്തായാലും നമ്മുടെ ക്ലാസ്സും തീരെ ബോറടിപ്പിക്കില്ല. നമ്മൾ അടുത്ത പാട്ടിലേക്ക് അങ്ങോട്ട് പോവാണ് അല്ലെ? ഒരു ചെറിയ ഇന്റർവെൽ ആണ്. ഇന്റർവെല്ലിന് ശേഷം കുട്ടികളൊക്കെ തിരിച്ച് ഉയരയിലേക്ക് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. കുട്ടികൾ തന്നെയാണ്, ഒപ്പം മഞ്ജു മിസ്സും. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മൾ ചിറകുകൾ ഏറ്റവും മനോഹരമായിട്ട് ഉയർത്തുന്നത് കുറച്ചധികം ഡാൻസിന് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്കറിയാം, സമ്മർ വെക്കേഷൻ ഒക്കെ വരാറായിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഡാൻസ് എന്ന് പറയുന്ന നൃത്തരൂപം പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉള്ള കഴിവിനെ ഏറ്റവും നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ നന്നായിട്ട് തന്നെ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നു, അത് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം വലിയ ടിപ്സ് തന്നെയാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മോടൊപ്പം ഒരു എക്സ്പെർട്ട് തന്നെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 24 വർഷത്തോളമായിട്ട് നൃത്തം അഭ്യസിപ്പിക്കുന്ന മഞ്ജു മിസ് ആണെന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. മിസ്സേ, നമ്മള് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പാടാണോ? അല്ല, ചെറിയ കുട്ടികളാവുമ്പോ നമുക്കറിയാലോ. എനിക്ക് ഓൾറെഡി 4.5 വയസ്സ് മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 60 മേളില്, അതായത് 70 വയസ്സ് അടുത്ത് വരെയുള്ള സ്റ്റുഡൻസ് എനിക്കുണ്ട്. അപ്പം എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എൻ്റെ പ്രൊഫഷനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നോണ്ടായിരിക്കും എനിക്ക് കുഞ്ഞുങ്ങള് വന്ന് എന്നോട് അവര് ഭയങ്കര അടുപ്പം കാണിക്കുന്നത്. എന്തുണ്ടെങ്കിലും പറയാനുള്ളൊരു ഫ്രീഡം. ഐ മീൻ, മിസ് എനിക്ക് കാല് വയ്യ, ഞാൻ ഇന്ന് ഇരുന്നോട്ടെ എന്നൊക്കെ ചോദിക്കും. ചിലപ്പം മടി കാരണമായിരിക്കും, എങ്കിലും ഞാനത് സാരയില്ല, മോളിവിടെ വന്നിരുന്നോ എന്ന് പറയുമ്പോൾ അടുത്ത ക്ലാസ്സിലും അവൾ പിന്നെ അത് പറയാൻ ശ്രമിക്കാറില്ല. ഇന്ന് കുഞ്ഞത് കളിക്കണം എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെയാണ് വലിയവര് ഭയങ്കര പേടിച്ചിട്ടായിരിക്കും എപ്പോഴും വരുന്നത്. ടീച്ചറെ, എനിക്ക് ഈ പ്രായത്തിൽ ഇത് പറ്റുമോ, ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, കുഞ്ഞിലേ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാറേ ഉള്ളൂ. അല്ലാതെ അയ്യോ ഈ പ്രായത്തിലോ ഇനിയിപ്പോൾ ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, എന്നെ കൊണ്ട് ഇത് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നമുക്കൊരു താളബോധം വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തട്ടടവ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മളതിന് താ ക ധീ മീ അങ്ങനെ ഒരു താളം 1-ാം കാലം 2-ാം കാലം 3-ാം കാലം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് 1-2 വട്ടം കേട്ട് കഴിയുമ്പം അവരത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാം അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു പോകാനായിട്ട് അവർക്ക് ഈസിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയവർക്ക് ഇച്ചിരി അരമണ്ഡലം പാടായിരിക്കും അങ്ങനെയൊക്കെയുള്ള. പക്ഷെ ഞാൻ മാക്സിമം അവരോട് പറയും ടെൻഷൻ ആവണ്ട, പഠിക്കാൻ പറ്റുന്ന പോലെ പഠിക്കുക. മനസ്സിലൊരു ഇത് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് വരാതെ എനിക്ക് പറ്റും, കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും എനിക്കിത് പഠിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് വരും. അപ്പം പിന്നെ ഞാൻ ക്ലാസ്സിൽ വഴക്കിങ്ങനെ പറയാം, എനിക്കിങ്ങനെ തല്ലി പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഡാൻസ് പാട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കുഞ്ഞു കുട്ടി ആയിക്കോട്ടെ വലിയവരായിക്കോട്ടെ, നമ്മളത് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പം അവിടെയും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. കറക്റ്റ് ടൈമിന് വരിക, അല്ലെങ്കിൽ പഠിപ്പിച്ചു വിട്ടത് പഠിച്ചോണ്ട് വരിക, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറയും, പേരൻസ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വിടുന്നതാണ്, അപ്പൊ നമ്മളത് പഠിക്കുക, താല്പര്യത്തോടെ വരിക എന്ന് പറയാറുണ്ട്. എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ ഒരു തരത്തിലും ലൈക്
ഈസി ഹാൻഡ്ലിംഗ് ആണ് അതെ, സ്റ്റുഡൻസ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അറിയാൻ താല്പര്യമുള്ളത് ഒരു അന്ന എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി ഡാൻസ് പഠിക്കാനുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലെവൽസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് ഇപ്പോ ആദ്യമായിട്ടൊരു കുട്ടി നൃത്തം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വരുമ്പോ ഏതൊക്കെ ലെവൽസിലൂടെ ആയിരിക്കും ആ കുട്ടി പിന്നെ പോവുക? നമ്മൾ ആദ്യം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരിട്ട് തട്ടടവ് നാട്ടടവ് അങ്ങനെ പോകാതെ ആദ്യം കുറച്ച് എക്സസൈസുകളുണ്ട് നമുക്ക്. അത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടൊരു മെയ്വഴക്കമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ചെയ്തുകൊണ്ട് ആ തട്ടടവ് അത് 7 എണ്ണം വരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. തട്ടടവില് അത് 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം. ആദ്യം ഒരു കാലിൽ 1 ചവിട്ടുക, 2 ചവിട്ടുക, അങ്ങനെ ഒരു ഇത്. അത് കഴിഞ്ഞ് നാട്ടടവ് ഉണ്ട്. 1-ാമത്തെ എടുക്കുമ്പം താ കാ ധീ മീ. 2-ാം കാലം ത ക ധിം മി ത ക ധിം. 3-ാം കാലം തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി തക്ക ധിമ്മി താ. അടുത്തത് വരുമ്പോ 2 എണ്ണം ഒരു കാലില് താ തൈ അങ്ങനെ. സത്യം പറഞ്ഞാലേ ഞാൻ ചെറുപ്പത്തില് വളരെ കുറച്ച് കാലം പാട്ട് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ മധ്യസ്ഥായി പരീക്ഷയായിട്ടോ എത്തിയിട്ടുള്ളത്. അപ്പൊ അറിയാലോ എന്തോരം പോയിട്ടുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് കാണുമ്പോഴും അല്ലെങ്കിൽ മിസ് ഇപ്പൊ പറയുമ്പോഴും എനിക്ക് ആക്ച്വലി പഠിക്കാൻ പോണല്ലോ എന്ന് തോന്നുക. വരണം തീർച്ചയായിട്ടും. ഇപ്പം എവിടാണോ നമുക്ക് ഡാൻസ് പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് അടുത്തെവിടാണോ ഉള്ളത് നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് പോവുക. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചധികം വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, മൾട്ടി ടാസ്കിങ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഇപ്പോ സംസാരം കേൾക്കുന്നത്. യെസ്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളത് തന്നെയാണ്. പ്രായം ഇതിനൊരു തടസ്സമല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യണം. അതിന് പ്രായം ഒരു ബാരിയർ അല്ല എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയാണ്. ആൻഡ് നമുക്കൊരു പാട്ടിലേക്കും പോകാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി ഒരു സ്മൂത്ത് ആയിട്ടുള്ള പാട്ടിലേക്കും കൂടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ കേൾക്കാം. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. ഉയരെയാണ് പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് അന്നയും മഞ്ജു മിസ്സും. 89.6 FM സർഗക്ഷേത്ര. പാട്ടുകളൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി, ഒരുപാട് എനർജിയോട് കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് നൃത്ത വിദ്യകളെ പറ്റി അറിയാനല്ലേ, അങ്ങനെ പറയാല്ലേ? ഓക്കെ, സോ മഞ്ജു മിസ്സാണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടെയുള്ളത്. 24 വർഷമായിട്ട് നൃത്തം അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് മഞ്ജു മിസ്സേ. നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, ഇപ്പോ നമുക്കറിയാലോ, ഓരോ കാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ചിലപ്പോൾ മാറാനുള്ള ഒരു വലിയ വഴിയായിരിക്കും അത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാം, നമുക്ക് മാറ്റങ്ങൾ വരാം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ കാരണം മാറ്റങ്ങൾ വരാം. അപ്പോ നൃത്തം ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ മാറ്റുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ലൈക്ക് ഇപ്പോ നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മുടെ മനസ്സിനാണെങ്കിലും എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഗുണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്? നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം കുറച്ചുകൂടെ വലിയവരിലോട്ട് നമുക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രഷറായിരിക്കും. ജോലി സ്ഥലത്ത്, വീട്ടിൽ സ്ഥലത്ത് എല്ലാം ഒരു പ്രഷറായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡാൻസ് ക്ലാസ്സിൽ എനിക്ക് 4 ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 6 ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ടീച്ചറെ ഇപ്പം ഞങ്ങൾക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ എക്സസൈസ് അടവുകളെല്ലാം എടുത്ത് വന്ന് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഒന്ന് കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഞാനത് കുഞ്ഞുങ്ങളുടെ ആ ഒരു രീതിയിലല്ല, ഇപ്പൊ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വലിയവർക്കായിരിക്കും. പല ചിന്തകള് ഒക്കെ നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡാൻസ് ചെയ്യുമ്പം നമ്മുടെ കാലിലെ പാദത്തിലെ നെർവ്സും ബ്രെയിനിലെ നെർവ്സും കൂടെ കണക്റ്റഡ് ആണെന്ന് പറയും. അപ്പൊ നമ്മൾ ആ ചവിട്ടുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട്, ആ പമ്പിങ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓക്സിജൻ ലെവൽ കൂടും. ഇതൊക്കെ ഞാനിങ്ങനെ വായിച്ചു പിടിച്ചിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, കാലുവേദന അല്ലെ ബോഡി പെയിൻ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒത്തിരി ആശ്വാസം ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമുക്കിതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറേ നാൾ കുഞ്ഞുങ്ങളെ മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഒത്തിരി പേര് ഡാൻസ് ക്ലാസ്സിൽ, എനിക്ക് അമ്മമാരുടെ ഒരു ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുഞ്ഞുങ്ങൾ ആബ്സെന്റ് ആയാലും അവർ ആബ്സെന്റ് ആവില്ല. അവർക്കൊരു ക്ലാസ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് അല്ലേ? സങ്കടം. പഠിച്ചെടുത്തേ തീരൂ. അതെ, പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ തമാശകളൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് മൂടാക്കിയാണ് പോകുന്നേ. അപ്പൊ താനേ വന്നോളും. തീർച്ചയായിട്ടും. പിന്നെ അവരുടെ പരിചയത്തിൽ ഇതേ നമ്മുടെ മഞ്ജു ടീച്ചറിന്റെ അടുത്ത് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുത്തത്. അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോഡിക്ക് നല്ലൊരു എക്സസൈസ് കിട്ടുന്നത് കൊണ്ട് ഉറക്കത്തിന്റെ കാര്യം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു എനർജി കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഹോൾ ബോഡി എക്സസൈസ് തന്നെയാണ് ശരിക്കും ഡാൻസ് എന്ന് പറയുന്നത്. എന്തായാലും അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. അത് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ബോഡീനെ എഫക്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു 2 ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ മാത്രം അറ്റൻഡ് ചെയ്ത് അപ്പോൾ പഠിക്കുന്നതല്ലാതെ ഡെയിലി ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മൾ ഡാൻസിലോട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പം പഠിച്ചതൊന്നും മറക്കാണ്ടും ഇരിക്കും. ഡെയിലി സാധകം ചെയ്യുമ്പോൾ അതൊരു വഴക്കം, ആ ഒരു കറക്റ്റ് നന്നായിട്ട് കാലിന്റെ പെയിനൊക്കെ ഒന്ന് മാറും, മസിൽസിന് നല്ല സ്ട്രെങ്ത് അതെല്ലാം കിട്ടും. അപ്പൊ ഡാൻസ് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡാൻസ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളിപ്പോ തന്നെ സംസാരിച്ചു. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ബേബി സ്ലീപ്പ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു. അത് മാർച്ച് 1-ാം തീയതി. അതായത് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും, നമുക്ക് ബേബീസിന് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടല്ലോ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ എല്ലാവരുടെ ഉള്ളിലും. സോ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഏറ്റവും നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ കൃത്യമായിട്ടുള്ളൊരു ഉറക്കം നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി, അത് ഡാൻസ് ആവാം, വർക്കൗട്ട് ആവാം, അല്ലെ, നമുക്ക് പാട്ടാവാം, എന്തോ ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്, അത് കൃത്യമായ ഇന്റർവെൽസിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ കാരണം കിട്ടുന്നത്. സോ നമുക്കിനി ആ ഒരു സന്തോഷത്തിൽ ഈ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ഒരു പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. മിസ്സിന് ഏതെങ്കിലും ഫേവറേറ്റ് ട്രാക്ക് ഉണ്ടോ? എനിക്കെപ്പോഴും എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പറയാം. പറഞ്ഞു. പൊൻവീണേ നിന്നുള്ളിൽ മൗനം വാങ്ങൂ, ഒന്ന് പ്ലേ ചെയ്യാമോ? പിന്നെന്താ, പാടാലോ. നമുക്ക് എന്തായാലും നമ്മുടെ പൊൻവീണേ നിന്നുള്ളിൽ മൗനം വാങ്ങാൻ നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം അല്ലേ? ഓക്കെ. സോ പാട്ടും വിശേഷങ്ങളുമായിട്ട് നമ്മളിതാ തിരിച്ചെത്തും. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ള തന്നെയാണ് ഒപ്പം ഡാൻസ് എക്സ്പേർട്ട്. ഇന്ന് നമുക്ക് കുറെ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാൻ ഇപ്പൊ ഒരു ചിരി പാസ്സാക്കിയ ആള് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്, മഞ്ജു ടീച്ചർ. അതെ, മഞ്ജു ടീച്ചറെ, നമുക്ക് ഇപ്പോ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അതായത് ഇപ്പോ ഈ ഡാൻസ് എന്ന് പറയുന്നത് മിസ്സിനെ പോലെ ഒരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊഫഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുഞ്ഞിപ്രായത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അതുപോലെ ആദ്യമേ വേണ്ടത് നല്ലൊരു ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് നന്നായിട്ട് പഠിച്ചെടുക്കുക. മ്യൂസിക് ആയിക്കോട്ടെ, ഡാൻസിനെ സംബന്ധിച്ച് അതിൻ്റെ ചുറ്റും ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പാട്ട് മനസ്സിലാക്കിയിരിക്കുക, അതിൻ്റെ താളം മനസ്സിലാക്കിയിരിക്കുക, ഒരു ഡാൻസ് നന്നായിട്ട് കമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുരാണങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, വായിക്കുക, കാണുക. കുറേ നമ്മൾ പ്രോഗ്രാംസുകൾ വലിയ വലിയ ആൾക്കാരൊക്കെ ലെജൻസ് ഒക്കെ കളിക്കുന്നതൊക്കെ കാണുക. അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ ഒരു അക്കാഡമിക് ലെവലിലൊക്കെ നമ്മൾ ചിലവർക്ക് അക്കാഡമിക് ലെവലിലൊന്നും പോയി പഠിക്കാൻ പറ്റിയില്ല എന്ന് വരും. എങ്കിലും നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ അറിവ് സമ്പാദിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. അപ്പം അത് നമ്മൾ ഇതുപോലെ നമുക്കിപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിലും എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമുക്ക് മറുപടി ഉണ്ട്. അപ്പം നമുക്കത് കണ്ടും കേട്ടും അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ പുരാണങ്ങൾ കേൾക്കും. എങ്ങനെ കമ്പോസ് ചെയ്യണം, അതൊക്കെ ഒരു നൃത്ത അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപിക ആകണം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിൽക്കുക. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ നമുക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും, ഫ്രീഡം. അത് തന്നെ. അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമുക്ക് അതിനുള്ളൊരു സമയം കണ്ടെത്തി
നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ്, അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് അറിയാവുന്നവരോട് ചോദിക്കുക. നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ക്ലാസിക്കലിലോട്ട് പോകുമ്പം എന്തായാലും ഒരു താളബോധം എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം ഡാൻസ് പഠിക്കുന്നവരെപ്പോഴും ബേസിക്കായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സബ്ബായിട്ട് എപ്പോഴും പാട്ടും കൂടെ പഠിക്കണം എന്ന് പറയും. അപ്പം അത് കൊട്ടി പാടി പഠിപ്പിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. കുട്ടികൾക്ക് അത് ഈസിയാണ്. അല്ലെ നമ്മൾ അടവുകൾ തന്നെ ഇപ്പം ചിലപ്പോൾ തത്തൈ താഹ ദിത്തൈ താഹ എന്ന് മാത്രം അടവുകൾ മാത്രം പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ പാട്ടുകൾ വരുമ്പം അവർക്കത് ഞാൻ 1-2 വട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ പാട്ട് വരുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാണ്. അപ്പൊ അതൊന്ന് പാടി പഠിപ്പിക്കുകയാണെങ്കിൽ ഇന്ന അക്ഷരത്തിന് ഇന്ന അടവ് വരും എന്നൊക്കെ ഉള്ളത് അവർ കേട്ട് പഠിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എപ്പോഴും അതിനകത്തോട്ട് നല്ലൊരു ഡെഡിക്കേഷൻ ഉണ്ടാകുക, ഒരാത്മാർത്ഥമായിട്ട് ഉള്ളൊരു മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ മിസ്, എന്തായാലും ഈ ഒരു മേഖല അല്ലെങ്കിൽ നൃത്തം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ തന്നെയാണ് നമ്മളത് ഇപ്പൊ തന്നെ കേട്ടത്, അറിഞ്ഞത്. അപ്പോഴേ കുറച്ച് മുൻപ് മിസ് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ ആഗ്രഹം. മിസ് ഒരു പാട്ട് പാടുവോ? ഞാൻ ക്ലാസിക്കലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്ക് സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു പദം തന്നെ ഞാൻ പാടാം. നമ്മള് ഇപ്പൊ ഒരു കൃഷ്ണന്റെ പദത്ത് പാടാം. ഓക്കെ. അലൈപായുതേ കണ്ണായൻ മനമലൈപായുതേ അലൈപായുതേ കണ്ണായൻ മനമലൈപായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിലലൈ പായുതേ കണ്ണായൻ മനമേക അലൈ പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈ പായുതേ കണ്ണാ എനിക്ക് എന്തായാലും നല്ലൊരു സമയത്ത് ആ പാട്ട് തന്നത്. ചുമയൊക്കെ ആയിട്ടിരിക്കുന്നു. എന്തായാലും ഞാൻ പറയാൻ വരുമായിരുന്നു, ഞാൻ ഈ പാട്ട് പാടുന്ന കാര്യം സൂചിപ്പിച്ചപ്പോ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴേ മിസ്സേ നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, നമ്മൾ കേൾക്കുന്നവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ശരിക്കും തീരല്ലേ എന്ന് ആഗ്രഹിച്ചു വരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പാട്ടിനെ, നമുക്കറിയാലോ നമ്മള് പാട്ടിനെ സ്നേഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അതും ഏറ്റവും നന്നായിട്ട് പാടുമ്പോ നമ്മൾ എല്ലാവരും അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഇനി നമുക്ക് റേഡിയോയിലൂടെ ഒരു പാട്ട് കൂടി കേൾക്കാം. ഓക്കെ, പിന്നെന്താ? പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാൻ കേട്ടോണ്ടേയിരിക്കും സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഒരുപാട് പാട്ടുകൾക്കൊക്കെ ശേഷം ഒരുപാട് വിശേഷങ്ങൾ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനുമായിട്ട് നമ്മളെല്ലാവരും ഒരുപോലെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം മഞ്ജു ടീച്ചറാണ് ഡാൻസിനെ പറ്റി, നൃത്തത്തെ പറ്റി കുറേയധികം കാര്യങ്ങൾ പറയാനും നമ്മളിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കാനും കൂടെ എത്തിയിട്ടുള്ളത്. സോ അന്നയും കൂടെ തന്നെ ഉണ്ടെന്ന് അടിവരയിട്ട് അങ്ങോട്ട് പറയാണ്. ആൻഡ് നമുക്കിനി അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റുഡൻസ് പല രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ ഡാൻസും ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്ത് പാട്ടിട്ടാലും നമ്മളിപ്പോ അത് ചെറിയൊരു ഇഷ്ടം കാരണം തന്നെയാണ് കേട്ടോ. എന്തൊരു പാട്ടിട്ടാലും നമ്മള് അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു മൂടേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഡാൻസ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. കുറേയധികം സാഹചര്യങ്ങൾ കാരണം നടന്നില്ല. എന്റെ മടിയായിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒന്ന് പോകാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ നമുക്ക് കാരണമായിട്ട് പറയാം. എന്തായാലും നമ്മൾ അതിനൊക്കെ മാറ്റി വെക്കുകയാണ്. ഒരു കോമ്പറ്റീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ആ സമയത്ത് ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡാൻസ് ഫോം പഠിക്കുന്ന സമയത്ത് ഡാൻസിന്റെ ചിലപ്പോൾ ബേസ് ഇല്ലാത്ത കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായി ചെറുപ്പം മുതലേ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. നമ്മൾ ശരിക്കും നോക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും.
അവരെ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ചാലഞ്ചസ് ആക്ച്വലി നേരിടേണ്ടി വരാറുണ്ട് പൊതുവെ? കോമ്പറ്റീഷന് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാൻസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പറയും, ടീച്ചറെ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് ക്ലാസ് ടീച്ചറിനോടൊക്കെ പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആദ്യമേ പറയും മോള് ഡാൻസ് പഠിക്കുന്നല്ലേ, അപ്പൊ ആ കുഞ്ഞ് പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന്റെ ലെവലിലോട്ട് ആയോ എന്നൊന്നും ഈ ടീച്ചറിന് അറിയില്ല, അങ്ങനെ ചിന്തിക്കില്ല. ടീച്ചർ പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് ആ ഒരു കുഞ്ഞിന്റെ ഒരു കഴിവ് അവൾക്ക് സ്കൂളിൽ പ്രകടമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ആ മോളുടെ അമ്മ വിളിച്ചിട്ട് ടീച്ചറെ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ മോൾ അത്ര ആയില്ല കേട്ടോ, ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് ആയില്ല എന്ന് പറയുമ്പോൾ ചിലവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പക്ഷെ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോൾ ചിലപ്പോൾ അതൊരു ടീച്ചറിനെ ഒരുപാട് ബാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ആരാ പഠിപ്പിച്ചു വിട്ടേന്ന് ആദ്യം ചോദിക്കുള്ളൂ. അപ്പൊ അത് ഞാൻ ഓൾറെഡി പറയും, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് നമ്മൾ പെർഫോം ചെയ്യുക. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്. ഞാൻ പിന്നെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല. കോമ്പറ്റീഷന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ചിലപ്പോൾ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് ചില കുഞ്ഞുങ്ങൾക്ക്. ഇപ്പം നമ്മൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടി നമ്മൾ കളിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു, അത് വേണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോ ലെവൽസ് കഴിയുന്ന കുട്ടികളെ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് കോമ്പറ്റീഷനിലോട്ട് ആകാറായോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുമ്പോൾ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാത്ത പക്ഷം ഞാൻ പറയും അടുത്ത വർഷം ആട്ടെ എന്ന് പറയും. അങ്ങനെ പറയാനാണ് എനിക്ക് താല്പര്യം. അതാണോ അന്ന ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ നമുക്കറിയാലോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ്. ഒരു കോമ്പറ്റീഷനിൽ 10 മിനിറ്റ് ആണ് നമുക്ക് ഭരതനാട്യം അല്ലെ മോഹിനിയാട്ടം കുച്ചിപ്പുടി സമയം തരുന്നത്. അപ്പൊ ഇതിനകത്ത് അടവിനും അഭിനയത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. വർണ്ണം എന്നൊരു ഐറ്റമാണ് നമ്മൾ എപ്പോഴും കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുക്കുന്നത്. അപ്പം വർണ്ണം കളിക്കുമ്പോൾ അടവിനും അഭിനയത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ആണെങ്കിലേ ഉള്ളൂ ആ കുട്ടി ഒരു നല്ല നർത്തകി എന്നുള്ളൊരു ജഡ്ജ് വിലയിരുത്തുള്ളൂ. അപ്പം നമ്മള് കോമ്പറ്റീഷനിൽ ചില ജഡ്ജസ് ഒക്കെ ആണെങ്കിലും അവര് ഓപ്പണായിട്ട് പറയാറുണ്ട്, നിങ്ങൾ നല്ലൊരു ടീച്ചറിന്റെ അടുത്ത് പോയി പഠിച്ചിട്ട് വരൂ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ചിലപ്പോൾ മൈക്കെടുത്തിട്ട് പറയും. അതെന്തുകൊണ്ടാണ് ആ ഒരു നമ്മള് അതിനെ ഒരു ബിസിനസ് മൈൻഡിൽ കൊണ്ടുപോവാതെ ആ കുട്ടിക്ക് നന്നായിട്ട് അറിവ് പകർന്നു കൊടുത്തിട്ട് ആ കുഞ്ഞത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോയി കളിച്ചോട്ടെ. അവിടെ പ്രൈസിനെ കഴിഞ്ഞും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത്. പിന്നെ ആ കലയെ അതിമനോഹരമായിട്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിച്ച് അത് പെർഫോം ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഓക്കെ ഓക്കെ, അത് തന്നെയാണ് നല്ലത്. അതായത് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് അതെ ഈ കല മാത്രമാണ്. അപ്പൊ അത് ഏറ്റവും മനോഹരമായിട്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി തന്നെയാണ്. അടവിന് മാത്രം അടവ് നന്നായിട്ട് എടുത്തു, അഭിനയം മറന്നുപോയി, അല്ലെങ്കിൽ അഭിനയം എക്സ്പ്രഷൻസ് ഒന്നും നന്നായിട്ടൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറയും. അപ്പൊ ഇത് രണ്ടും ഈക്വലി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ടായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പെർഫോം ചെയ്യുക. അപ്പോ അത് ഓക്കെ അല്ലാണ്ടാവുമ്പോഴാണ് ഒരു ചാലഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കൃത്യമായ രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലയെ പ്രസന്റ് ചെയ്യാനായിട്ട് ചിലപ്പോ നമ്മുടെ സിനിമ ഡയലോഗ് പോലെ ക്ഷമ വേണം, സമയമെടുക്കും അല്ലെ? സമയമെടുത്ത് പ്രാക്ടീസ് ചെയ്ത് 2 മാസവും കൂടെ ഉള്ളൂ ടീച്ചറെ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ആകെപ്പാടെ സാറ്റർഡേ സൺഡേ ആണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്, ബാക്കി ടൈം കിട്ടുന്നില്ല. അപ്പൊ കൊണ്ടുവരാൻ പറ്റുമോ? ദിവസങ്ങളിൽ കൊണ്ടുവരാൻ അതും പറ്റില്ല. അത് തന്നെയല്ല എന്തിനാ പേര് കൊടുത്തത്, ഭരതനാട്യത്തിനാ പേര് കൊടുത്തത്. അപ്പൊ ഞാൻ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് 2 മാസം കൊണ്ട് ഈ കുഞ്ഞിനെ പഠിപ്പിച്ച്. ഒന്നാമത് സ്കൂളിൽ ആബ്സെന്റ് ആവാൻ പാടില്ല, പാരൻസിനും ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും കോമ്പറ്റീഷന് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസത്തെ വെക്കേഷനിൽ അത് പഠിച്ചു തുടങ്ങുക, പഠിച്ച് ബാക്കി ടൈമുകളിൽ നന്നായിട്ട് പ്രാക്ടീസ് എടുക്കുക. അപ്പം ആ കുഞ്ഞിനും അതൊരു ബുദ്ധിമുട്ടാവില്ല, അവർക്കും സമാധാനമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ കുറെ കുട്ടികൾ എക്സാമിന്റെ തലേ ദിവസം ഫുൾ സെമസ്റ്റർ പഠിക്കുന്ന പോലെ ഒരു 1 മന്ത് കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ടൊക്കെ കൊണ്ടുവരാം. അല്ലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കുറെ സ്റ്റേജുകൾ ഇതുപോലെ കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഉയരയിലൂടെ തന്നെ. സോ പാട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. പാട്ടിന് ശേഷം നമ്മൾ എത്തും ഉയരയിലൂടെ. കൂടെയുള്ള തന്നെയാണ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര.
ക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലയാണ് നൃത്തം. ആൻഡ് ഇത് ഏറ്റവും നന്നായിട്ട് പൊതുവേദിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഡ്രീം ആയിരിക്കും, ഒരു വലിയൊരു ഡ്രീം ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കുറേയധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ആൻഡ് നമ്മുടെ കൂടെ 24 വർഷത്തോളമായിട്ട് നൃത്തം അഭ്യസിപ്പിക്കുന്ന മഞ്ജു ടീച്ചറാണ് കൂടെയുള്ളത്. മഞ്ജു ടീച്ചറെ, നമ്മള് കുട്ടികളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പാരൻസിന്റെ ആഗ്രഹങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് മുൻപ് കാര്യമായിട്ട് സംസാരിച്ചു. ഞാനിപ്പോ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു വേർഡിനെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രായഭേദമന്യേ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ ഒരു മിഡിൽ ഏജ് ടീനേജ് കുട്ടികൾ കാണാൻ പറ്റും, അമ്മമാരെ കാണാൻ പറ്റും, വളരെ പ്രായമുള്ള ആളുകളെ കാണാൻ പറ്റും. ശരിക്ക് നമുക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ചിലപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് അവരുടെ വീടുകളിൽ സാമ്പത്തികമായിട്ട് അവർ ഓക്കെ ആയിരുന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വീടുകളിൽ അവരെ വിടുന്ന ഒരു സാഹചര്യം ആയിരുന്നുണ്ടാവില്ല. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഏത് പ്രായത്തിലാണെങ്കിലും ആ ഒരു ആഗ്രഹം നിറവേറ്റുക എന്നുള്ളത് ഒരു ബക്കറ്റ് ലിസ്റ്റിലിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ ചേരുന്നുണ്ടായിരിക്കും. എനിക്ക് ഉറപ്പാണ് മിസ്സിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. യെസ്. അപ്പോൾ എന്റെ ഒരു ചെറിയ ഡൗട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുറെ കുട്ടികൾ ഇപ്പോ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കലോത്സവത്തിന്റെ സമയത്ത് പ്രൈസ് ഓഫ് മൈ ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിൽ കുറേയധികം ട്രെൻഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിലധികം എമൗണ്ട് ഒക്കെ വരുന്ന കുറേയധികം ഞെട്ടിക്കുന്ന കുറേയധികം റെസ്പോൺസുകൾ നമ്മൾ കേൾക്കണ്ടായി. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറുപ്പം മുതൽ അരങ്ങേറ്റം വരെ എത്തുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ആക്ച്വലി നല്ല രീതിയിലുള്ള ചെലവുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ആ ഒരു കുടുംബനാഥന്റെ അല്ലെങ്കിൽ കുടുംബനാഥയുടെ മകന് ഈ ഒരു നൃത്തം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് അവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരുടെ കുട്ടികളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം എന്നുള്ളതും അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് സാധിക്കാത്ത കാര്യം മക്കളിലൂടെ അവർക്കെങ്കിലും സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരുപാട് പാരന്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബേർഡൻ ആയിട്ട് പലർക്കും ഫീൽ ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ശരിക്കും ഇതിനൊരു സൊല്യൂഷൻ ആക്ച്വലി നമുക്ക് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം ശ്രീ മഹാദേവ നൃത്ത വിദ്യാലയം എനിക്കതൊരു ബിസിനസ് മൈൻഡിലോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ പറഞ്ഞ പോലെ ഇപ്പം അന്ന പറഞ്ഞ പോലെ കുഞ്ഞിപ്രായത്തിൽ കുറെ ആഗ്രഹിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം പൈസയാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് അങ്ങ് മനഃപൂർവ്വം മാറും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ടീച്ചറിന്റെ കയ്യിലായിരിക്കും ആ കാര്യങ്ങളെല്ലാം. ചെലവുകളുണ്ട്, ചെലവുകളില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു അരങ്ങേറ്റം നടത്തുമ്പോഴാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു പുതിയ ഡ്രസ്സ്, അല്ലെ ആ കുട്ടിക്ക് ഉള്ള ഓർണമെന്റ്സ്, ഇതെല്ലാം നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളത്, നമ്മൾ അതിനൊരു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ പേരൻസുമായിട്ട് ഒരു പേരൻസ് മീറ്റിംഗ് വെച്ച് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനെപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയാറുണ്ട്, നിങ്ങൾ പുറത്ത് പോയി അന്വേഷിക്കാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എമൗണ്ട് എങ്ങനെയാണ്. എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഒരിക്കലും ഒരുപാട് കൂടുതൽ വാങ്ങിച്ചു എന്നുള്ളൊരു ഇത് ഞാൻ വരുത്താറില്ല. ചെലവുണ്ട്, അവർക്കും ചെലവുണ്ട്, അവർ കുഞ്ഞിനെ ആഗ്രഹം കൊണ്ട് വിടുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ 8 ക്ലാസ്സിന് 600 രൂപ ഫീസാണ് വാങ്ങിക്കുന്നത്. എനിക്ക് പലപ്പോഴും പലപ്പോഴും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില പാരൻസ് പറയാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ ടീച്ചറെ ഇച്ചിരിയും കൂടെ കൂടുതലൊക്കെ വാങ്ങിക്കൂടെ എന്നൊക്കെ. അപ്പം ഞാൻ പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലാണ്, എല്ലാവരും ആഗ്രഹം ഉണ്ട്, എങ്കിലും നമ്മളത് നമ്മുടെ പ്രൊഫഷനുമാണ്. അപ്പം നമ്മളുടെ കഷ്ടപ്പാടുണ്ട്, ആ കുട്ടികളുടെ കാര്യങ്ങളും അത് നല്ല രീതിയിൽ പോകണം. എങ്കിലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിലും കൂടെ അത് കൈകാര്യം ചെയ്യാതെ പോവുക എന്നുള്ളത് ഒരു ടീച്ചറിന്റെ കഴിവാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡാൻസ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു കുഞ്ഞ് നമ്മുടെ അടുത്ത് വന്നു, ആ കുഞ്ഞിനെ എന്തായാലും അവർ കൊണ്ടുവരുന്ന ആ കുഞ്ഞ് നന്നായിട്ടൊന്നൊരു സ്റ്റേജിൽ കയറി കളിക്കണം, അവർക്കതൊരു ആഗ്രഹമാണ്. പക്ഷെ അതിന് ചെലവുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ, അവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ, അത് പേഴ്സണലി ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ പേരൻസും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയും, നിങ്ങൾ പുറത്തും കൂടെ ഒന്ന് അന്വേഷിക്കുക, ഇന്ന ചെലവുകളുണ്ട്. അപ്പം ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് പറയാൻ ശ്രമിക്കുക. അപ്പം നമുക്കും ഒരു കഴിവുള്ള കുഞ്ഞിനെ നമ്മൾ എന്തിനാ മാറ്റി നിർത്തുന്നേ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അവർക്ക് സാമ്പത്തികം കുറവായിരിക്കാം, പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്
അതൊരു ടീച്ചറിന്റെ കയ്യിലാണ് കാര്യം. അത് ഇപ്പം ഒരു കാര്യം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, അങ്ങനെ ആ കുഞ്ഞിനെ കൂടെ അതിൽ പങ്കുകൊള്ളിപ്പിക്കുക എന്നുള്ളത്. അരങ്ങേറ്റത്തിന് ചെലവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചെലവുണ്ട്. പക്ഷെ അത് ഏത് രീതിയിൽ ചെലവാക്കണം എന്നുള്ളത് ആ ടീച്ചർ തീരുമാനിച്ചാൽ ചിലപ്പം അത് വലിയ കുഴപ്പമില്ലാണ്ടങ്ങ് പൊയ്ക്കോളും. എല്ലാവർക്കും പറ്റണം. ഈ നൃത്തം എന്ന് പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ആ ഒരു രീതിയിലല്ല ഒരിക്കലും ശ്രീ മഹാദേവ നൃത്ത വിദ്യാലയം പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കണം എന്നുള്ളൊരു രീതി തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പാരന്റ്സ് ആണ് കുറച്ചുകൂടിയും ശ്രദ്ധ കൊടുക്കേണ്ടത്. കൃത്യമായ രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബിസിനസ് മൈൻഡിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഒരു ടീച്ചർ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും കല ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും അത് നമ്മുടെ പ്രൊഫഷനാണ്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, ഈ സമയത്ത് പാട്ട് അത്യാവശ്യമാണ്. പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഇനിയും അറിയാനുണ്ട്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയും മഞ്ജു ടീച്ചറുമാണ് കേട്ടോ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ക്ലാസിക്കൽ ഡാൻസിന്റെ കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മളിതാ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ടിപ്സ് തന്നെയാണ് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനിലേക്ക് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ നൃത്തം പഠിക്കാൻ എല്ലാവർക്കും പറ്റും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എല്ലാവർക്കും പഠിക്കാൻ പറ്റും അല്ലെ? പക്ഷെ ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പവർ, അല്ലെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ഒരു ആളിലേക്ക് എത്തുന്നത്. സോ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു റൂട്ടീൻ ആക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ? അപ്പോൾ മിസ്സും അല്ലെങ്കിൽ മിസ്സിന്റെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയാണ്? കൃത്യമായ രീതിയിൽ എപ്പോഴാണ് അവര് നൃത്തം വീണ്ടും പരിശീലിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ 4.5 വയസ്സ് മുതൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡാൻസ് തുടങ്ങാറുണ്ട്. അപ്പം നമ്മൾ ഈ എക്സസൈസും പറഞ്ഞു തരുന്ന അടവുകളും ഒക്കെ കറക്റ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആഴ്ച 2 ദിവസമാണ് നമ്മൾ ഒരു കുട്ടിക്ക് ക്ലാസ് വെക്കുന്നത്. അപ്പോൾ ആ ആഴ്ച 2 ദിവസം പഠിച്ചത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അവരതിനായിട്ട് ഇപ്പം സ്കൂളിൽ നിന്ന് വന്ന് അവരുടെ ട്യൂഷൻ ടൈമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു 15 മിനിറ്റെങ്കിലും അത് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഒരു ബാച്ചിന്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ എക്സസൈസ്, തട്ടടവ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, മുദ്രാസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ചിൽ അതിൽ പഠിച്ചു വരുന്ന കുട്ടികൾ അടുത്ത നെക്സ്റ്റ് ബാച്ചിലോട്ട് പോകും. അങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ബാച്ചായിട്ട്. അത് ഇപ്പോൾ 10 തുടങ്ങുന്ന ക്ലാസ് വൈകുന്നേരം 4:30 വരെ ഒരു എൻ്റെ ഏറ്റുമാനൂരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം അത്രയും ടൈം ക്ലാസ്. അപ്പോൾ ഓരോ ബാച്ചും ഓരോരോ കുട്ടികളാണ് വരുന്നത്. പഠിച്ച് മുന്നോട്ടാവുന്നതനുസരിച്ചിട്ട് ബാച്ച് ലെവൽ മാറും. പക്ഷെ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ്, ആ സാധകം അത് തീർച്ചയായിട്ടും വേണം. നമ്മൾ സ്കൂളിൽ കുട്ടികൾ നമ്മൾ വായിച്ചു പഠിച്ചാൽ, എത്രത്തോളം വായിച്ചു പഠിച്ചാൽ നമ്മളുടെ ഓർമ്മയിലിരുന്ന് അത് പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഡാൻസും ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തായാലും ഡെയിലി സാധകം ചെയ്യുമ്പം നമ്മൾ അത്രയും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോ ഇനി നമുക്കൊരു പാട്ട് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ നമ്മളിതാ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട, ഡെയിലി ഒരു 15 മിനിറ്റ് മതി അല്ലേ? പ്രാക്ടീസ് ചെയ്യാതെ വന്നാലും ഞാൻ വഴക്ക് പറയും. ഓക്കെ, പ്രാക്ടീസ് ചെയ്തോളൂ. പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഉയരെയാണ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ നൃത്തത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ആൻഡ് ക്ലാസിക്കൽ ഡാൻസ് ആർട്ട് ഫോംസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 3 പേരുകളാണ്: ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. സോ ഇത് കൃത്യമായി നമ്മൾ കുട്ടികൾ പരിശീലിക്കുക അല്ലെങ്കിൽ അഭ്യസിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഡ്രീം ആയിരിക്കും, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ. അപ്പോൾ ഇന്ന് ഉയരയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ആൻഡ് കൃത്യമായിട്ട് എൻ്റെ ചോദ്യത്തിനൊക്കെ മറുപടി തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ നൃത്ത വിദ്യാലയത്തിന്റെ ഡയറക്ടറാണ് ശ്രീമതി മഞ്ജു
രാജേഷ്. മിസ്സേ, എന്തോ കുറെ നാളുകളായിട്ട് കുറേയധികം എക്സ്പീരിയൻസുകൾ പലരിൽ നിന്നും, പല അധ്യാപകരിൽ നിന്നും, അതുപോലെ തന്നെ കുറേയധികം കുട്ടികളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതെ, ഇത്ര നാളത്തെ 24 വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടൈമാണ് അല്ലെ, വളരെ വലിയൊരു ഡ്യൂറേഷൻ ആണ്. ഇത്ര നാളത്തെ ഒരു അധ്യാപന ജീവിതത്തില് മിസ്സിന് മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി എന്തായിരിക്കും? മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം കുട്ടികളിൽ നിന്നാവാം, ജീവിതത്തില് കുട്ടികളിൽ നിന്ന് ഇപ്പോഴും 3.5 വയസ്സിലൊക്കെ വന്നിട്ട് ഇപ്പോഴും തുടർന്ന് പഠിക്കുന്നവരുണ്ട്. മഞ്ജു ടീച്ചർ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. കല്യാണം കഴിച്ചു പോയിട്ട് അവരുടെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ മിസ്സേ, ഞാനൊന്ന് ചെറുതായിട്ട് ഇന്ററപ്റ്റ് ചെയ്യാണ്. ഇപ്പോ മിസ്സിന്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വർഷം പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടാവും. ഒന്നല്ല, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അറിയാം. ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ? എന്തായാലും 15 വർഷമായിട്ടുണ്ട്. 15 വർഷം വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഓ, അടിപൊളി അടിപൊളി. അപ്പൊ നമ്മൾ ബാക്ക് ടു പേഴ്സണൽ എക്സ്പീരിയൻസ്, മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2022 തന്നെ ശ്രീരാമപുരത്ത് വാര്യർ നൃത്താവിഷ്കാരം അത് എന്നെ തേടി വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത്രയും ഭയങ്കര ലെജൻസ് ഒക്കെ ഉള്ള നമ്മുടെ സമൂഹത്തില് ഞാനത് വേറൊരു ടീച്ചറിന്റെ കയ്യിലാണ് അവർ ആദ്യം അത് കൊടുത്തത്. പക്ഷെ അവർക്കത് പറ്റിയില്ല. അങ്ങനെ അത് എന്നിൽ വരുന്നു. ഞാനതിനെ കുറിച്ച് പഠിക്കുന്നു. ഞാൻ തേടിപ്പോയ ആ വഴികളെല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നു. എനിക്ക് അതിനൊരു പുസ്തകം വേണം, അദ്ദേഹത്തെ കുറിച്ച് അതിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നും ഞാൻ ഓർക്കുന്നു, ലാൽ എന്ന് പറയുന്ന സാറ് എന്നോട് പറയും, ഇത്തിരി ഇടവഴികളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടൊക്കെ പോകാൻ. ടീച്ചറാണ് ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ വഴി തെറ്റാതെ വന്ന ഒരാള് എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു പുസ്തകമൊക്കെ എടുത്ത് അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് ഞാൻ തുടങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് ഒരു തെറ്റുകളും കൂടാതെ ചെയ്യാൻ പറ്റണേ. പക്ഷെ എനിക്കത് നല്ല രീതിയിൽ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ടാണ് ഞാനത് പെർഫോം ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ അത് ഒരു ശ്രീരാമപുരത്ത് വാര്യർ ലയൺസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് അത് ആദ്യം ചെയ്യുന്നത്. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഭഗവാന്റെ രാമപുരത്ത് അമ്പലത്തില് കൊടിയേറ്റിന്റെ സമയത്ത് ആ പാട്ടോടുകൂടി ആ ഡാൻസോട് കൂടിയാണ് പിന്നെ അവിടെ അത് കൊടിയേറ്റ് നടന്നതൊക്കെ. അപ്പം അതുപോലെ തന്നെ മഹാഭാഗവത സത്രം 2022 ഏറ്റുമാനൂർ നടന്നപ്പോഴും ഒരു നൃത്താവിഷ്കാരം പാഞ്ചാലിയെ കുറിച്ചൊക്കെ ചെയ്യാൻ പറ്റി. അതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ. അതുപോലെ തന്നെ ബാംഗ്ലൂർ വെച്ചിട്ട് നമ്മുടെ ഒരു കോഫി കോൺഫറൻസ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം 6ാമത് നടക്കുന്ന ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അപ്പം ആ കോഫി കോൺഫറൻസിൽ ഏറ്റവും നല്ല ഡാൻസ് പെർഫോം ചെയ്തത് നമ്മളുടെ കേരള ടീമായിരുന്നു. അപ്പൊ ആ ഒരു കേരള ടീമിന്റെ കോറിയോഗ്രാഫായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് അതൊക്കെ ലൈഫിൽ പെട്ടെന്ന് വന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം അതിന്റെ പ്രോസസ്സ് മുഴുവനും കീഴാന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഭ്രമരം ഷൂട്ടൊക്കെ നടന്നേ, അവിടെ പോയി അതിന്റെ കോഫി എങ്ങനെയാണ് അത് അത്രയും ആ ഒരു പ്രോസസ്സ്, ഒരു കാപ്പിക്കുരുവിൽ നിന്ന് അത് പൊടിയായിട്ട് വരുന്നേ, പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ കണ്ട് പഠിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡാൻസിൽ അത് ചെയ്തത്. അപ്പൊ അത് ഞങ്ങക്ക് 3 പ്രാവശ്യം അവിടെ പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്നു എന്നുള്ളതാണ്. വേറെ ഏത് ടീമിനെയും പിന്നെ തീർച്ചയായിട്ടും അടിപൊളി. അതുപോലെ തന്നെ മിസ്സേ, ഇനി ഫൈനലി നമ്മുടെ ഇന്നത്തെ ഒരു സംസാരം നിർത്തേണ്ടി വരുവാണ് നമ്മുടെ സമയത്തിന്റെ ഒരു കുറവ് മൂലം. എനിക്ക് ആക്ച്വലി നല്ല വിഷമമുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്സിന്റെ ഒരു ഡ്രീം എന്താണ്? ഇനി എന്താണ് മിസ്സിന് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? എനിക്ക് എൻ്റെ ഡ്രീം എപ്പോഴും ഡാൻസ്, ഒരുപാട് നൃത്തം ചെയ്യണം. എനിക്കൊരു അധ്യാപികയാകുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഡാൻസ് ഇങ്ങനെ സ്റ്റേജിൽ ഞാൻ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളതിലുപരി എനിക്ക് സൈഡിലിരുന്ന് നട്ടുവാങ്ങം ചെയ്യണം, ജതി പറയണം, എൻ്റെ സ്റ്റുഡൻസ് നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ലൊരു അധ്യാപികയാവണം. ഇതുവരെ മുന്നോട്ട് ഒരുപാട് ഞാൻ പ്രയത്നിച്ചു, മുമ്പോട്ടും അതുപോലെ നല്ലൊരു പ്രയത്നത്തിൽ കൂടെ എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതൊരു സ്നേഹത്തോടു കൂടി പഠിപ്പിക്കണം. അതിന് എനിക്ക് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താനൊന്നും ഇഷ്ടമല്ല. നമ്മുടെ അടുത്ത് ഇതുപോലെ തന്നെ നഴ്സിന് വയ്യാത്ത കുട്ടികളുണ്ട്. ഒരു കുഞ്ഞുണ്ടായിരുന്നു, ജന്മന പാരലൈസ്ഡ് ആണ്. അപ്പം അവര് ഡോക്ടേഴ്സ് പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഡാൻസ് ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഉണ്ട്, കുറച്ച് കുട്ടികളുണ്ട്. അപ്പം അവരെ മറ്റുള്ളവർ ശ്രദ്ധിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ ഞാൻ മറ്റുള്ള കുഞ്ഞുങ്ങളോടും പറയും അവരുമായിട്ടും കൂട്ടാവണം.
അതൊരു വലിയൊരു ഭാഗ്യം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ അവരെ മാറ്റി നിർത്താറില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നൃത്തം ചെയ്യാറുണ്ട്. അങ്ങനെ നല്ലൊരു അധ്യാപികയാവണം. ശ്രീ മഹാദേവ നൃത്ത വിദ്യാലയം ഇപ്പൊ ഇതുവരെ നമുക്ക് 5 ബ്രാഞ്ചായി. അത് നന്നായിട്ട് കൊണ്ടുപോകണം തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു മിസ്സിന്റെ ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അവരും അതുപോലെ മിസ്സിന്റെ സ്റ്റുഡൻസും ഒക്കെ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ തന്നെയായിരിക്കും ഇപ്പൊ നമ്മുടെ ഷോ കേൾക്കുന്നുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. എന്റെ ടീച്ചർ കലാമണ്ഡലം ദേവകി അന്തർജനം. ഞാൻ 4 വയസ്സിൽ ടീച്ചറിന്റെ അടുത്ത് ദക്ഷിണ വെക്കാൻ ചെല്ലുമ്പോൾ ടീച്ചർ തിരിച്ച് എനിക്ക് നട്ടുവാങ്ക എടുത്ത് കൈ തരുന്നത്. മോള് മിടിക്കായി വരട്ടെ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് നിന്ന് വെറ്റവാക്ക് ദക്ഷിണ കൊടുക്കുമ്പോഴും ടീച്ചർ എനിക്ക് മാത്രം നട്ടുവാങ്ക എടുത്ത്. നട്ടുവാങ്ക നമ്മുടെ ഡാൻസിന്റെ മെയിൻ അറിയാമല്ലോ, നട്ടുവാങ്കം വായിക്കുന്നത്. അപ്പം അതെടുത്ത് തിരിച്ചു തന്ന് മിടിക്കായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചിരുന്നു ആ കുഞ്ഞു പ്രായത്തിൽ. അതിപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാ. അപ്പം അത് ഇതുവരെ നന്നായിട്ട് പോയ പോലെ മുന്നോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഇന്ന് ഇപ്പൊ ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടത്തോടെ കാണുന്ന ഒരു ആർട്ട് ഫോം ആണ്. നമുക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോ ലൈക് ഈ ഒരു ആർട്ട് ഫോം കാണുമ്പോ ഒന്ന് കളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ വളരെയധികം ഒരുപാട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ അല്ലെ? അതെ. അപ്പോ എല്ലാവരിലേക്കും നമുക്ക് ഒരുപാട് സ്നേഹം, സന്തോഷം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള അറിവ് ഒക്കെ എത്തിക്കാനായിട്ട് ഇന്നത്തെ ഉയരയിലൂടെ സാധിച്ചു എന്നുള്ളത് തന്നെ ഞാൻ 100 അല്ല 200% ഉണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോ ഇന്ന് ഇത്രയും നേരം പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നൃത്തത്തെ കുറിച്ച് പറയാൻ, പക്ഷെ നമുക്ക് ടൈം അത്രയും കുറവാണ്. അതെ, ടൈം ലിമിറ്റ് കാരണം നമ്മളിതാ അടുത്ത പരിപാടിയിലേക്ക് പോകേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും മിസ് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ വിളിച്ച സമയത്ത് തന്നെ മിസ് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മളോട് സംസാരിച്ചു. ഒരുപാട് സന്തോഷത്തിൽ തന്നെ നമ്മുടെ കൂടെ ഈ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു. ആൻഡ് ഇനിയും ഗംഭീരമായിട്ടുള്ള ഒരു നൃത്ത ജീവിതം മിസ്സിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് ഗംഭീരമായിട്ടുള്ള സ്റ്റുഡൻസ് മിസ്സിന്റെ അനുഗ്രഹത്താൽ അവരുടെ അരങ്ങേറ്റം കഴിയട്ടെ, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പെർഫോമൻസുകൾ നടത്തട്ടെ. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരു കാര്യമായിട്ടുള്ള അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ സ്റ്റുഡൻസിന്റെ അടുത്ത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അവിടെ വരികയും വേണം, പിന്നെ പഠിക്കുകയും വേണം. ഉറപ്പായിട്ടും. ഞാൻ ചെറുതായിട്ട് നമ്മുടെ സംസാരത്തിൽ മുൻപേ വന്നൊരു കാര്യമുണ്ട്, മിസ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന്. അപ്പൊ എന്നെ അറിയാവുന്ന, റേഡിയോ കേൾക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഭക്ഷണത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന്. അപ്പൊ എന്തായാലും ഡാൻസ് പഠിക്കാൻ വന്നില്ലെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാൻ വരും എന്നുള്ളത് മുൻകൂട്ടി അങ്ങോട്ട് അറിയിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടിപൊളി പാട്ടുകളും വരുന്നുണ്ട്, അടിപൊളി പരിപാടികളും വരുന്നുണ്ട്. മിസ്സേ, once again thank you so much for being with us. എനിക്ക് എന്നെ ഈ ഒരു പരിപാടിയിലോട്ട് വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പഴേ കേട്ടോണ്ടേയിരുന്നോളൂ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.